വെറൈറ്റി കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. 1/2 കിലോ മൈദ, 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് ഈസ്റ്റ് കലക്കിയതാണ്. ഈസ്റ്റ് നമ്മൾ കലക്കിയെടുത്തത് 1 ടീസ്പൂൺ ഈസ്റ്റ് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് കലക്കിയെടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്ന പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ചപ്പാത്തി പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഡാം ക്ലോത്ത് വെച്ച് മൂടി വെക്കാം. ചെറുതായിട്ടൊന്ന് നനച്ച് എടുത്ത തുണിയാണിത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് മൂടി ഏകദേശം ഒരു 2 മണിക്കൂർ സമയം. ഇനി നമുക്ക് പിസ്സ ഫില്ല് ചെയ്യാനായിട്ട് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ട് നമുക്ക് 4 ടൊമാറ്റോസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 4 അതിൽ വെളുത്തുള്ളി. ഇനി ടൊമാറ്റോ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. സോസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അടുപ്പത്ത് ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇട്ട് കൊടുക്കുക. ഗാർലിക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയൊരു ബ്രൗൺ കളർ, അധികം ബ്രൗൺ ആവണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി മണമൊക്കെ വരാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ചേർക്കും. ടൊമാറ്റോ സോസ് ഒഴിച്ച് ഗാർലിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വളരെ സ്ലോ ഫയറിലിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഗാർലിക്കൊക്കെ നല്ലോണം വെന്ത് അതിലേക്ക് അലിഞ്ഞ് ചേർന്ന് നല്ലൊരു ഫ്ലേവറൊക്കെ മണമൊക്കെ വരുന്നുണ്ട്. സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സോസ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പിസ്സ ഡോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുണിയെടുത്ത് മാറ്റിയിട്ട് നോക്കാം എങ്ങനെയാണ്. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. ഏകദേശം 2 മണിക്കൂർ സമയമാണ് നമ്മളിത് വെച്ചായിരുന്നത്. ഇനി അതിൽ നിന്ന് ഓരോ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള വലുപ്പത്തിൽ നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഇത് എടുത്തു വയ്ക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. 2 വശത്തും കുറച്ച് എണ്ണ തൂത്തിട്ട് വേണം പരത്താനായിട്ട്. നല്ല കട്ടിയുള്ള ഒരു ബേസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ചപ്പാത്തി പോലെ വളരെ കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ 2 കട്ടിയുള്ള ബേസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. ബേസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊമളിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പോൾ തവ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഏകദേശം 2 മിനിറ്റ് സമയം നമ്മളിത് മൂടി വെച്ച് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ബേസ് നല്ലവണ്ണം പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക നമുക്ക്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പിസ്സ ഫില്ല് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ബേസ് എടുത്ത് അതിൻ്റെ മറുവശത്ത് കുറച്ച് എണ്ണ തൂക്കുക. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം സോസ് ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് സോസ് അത് ഫില്ല് ചെയ്യാൻ മാത്രം ആവശ്യത്തിനുള്ളത് നന്നായിട്ട് അതിന്മേൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സോസ് നല്ലവണ്ണം ബേസിൽ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് മറ്റു സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതാണ് ഒറിഗാനോ ലീവ്സ്. ഈ ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് പിസ്സയ്ക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന ഒരു ലീവ്സാണ്. ഇത് കുറച്ച് ഒത്തിരി സ്പ്രിങ്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇനി നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. മോസറേല്ല ചീസാണ് പിസ്സ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ചീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മിൽക്കി മിസ്റ്റിൻ്റെ മോസറേല്ല പിസ്സ ചീസ്. ഇനി നമുക്ക് ചീസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചുറ്റും എല്ലാം കവർ ചെയ്ത് ടൊമാറ്റോ സോസ് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഇട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ മേലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ലോണം ഡ്രൈ ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നനവുണ്ടായിട്ടുണ്ടെങ്കിൽ പിസ്സയിൽ വെള്ളം ഒഴുകി വരാൻ തുടങ്ങും. അതുകൊണ്ട് ഡ്രൈ ആയിട്ട് വേണം ചിക്കൻ ശരിയാക്കി എടുക്കാൻ. ചിക്കൻ ഇവിടെ എടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡായിട്ട് വയ്ക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഞാനൊന്ന് ചെറുതായിട്ട് ഫ്രൈങ് പാനിലിട്ട് വാട്ടിയെടുത്തതാണ്. പച്ചയോടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓവനിൽ വെച്ച് കുക്ക് ചെയ്യണില്ലാത്തതുകൊണ്ട് ഇത് ശരിക്കും കുക്കായി വരില്ല. അതിനാൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് വേണം ഇതിൻ്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാനായിട്ട്.
ഇപ്പോൾ നമ്മുടെ പിസ്സ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കണ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചപ്പാത്തി തവ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം ആദ്യം. അതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്സ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി അത് നമുക്കൊരു മൂടി വെച്ചിട്ട് മൂടി വയ്ക്കാം. മൂടി വെച്ച് വേണം പിസ്സ വേവിച്ചെടുക്കാനായിട്ട്. അത് മൂടി വെച്ചു. ഇനി നമുക്കിത് വളരെ സ്ലോ ഫയറിൽ വേണം പിസ്സ വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പിസ്സ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് സമയം നമ്മളിത് കുക്ക് ചെയ്തിട്ടുണ്ട്. ചീസെല്ലാം നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. പിസ്സ നമ്മൾ മൂടി വയ്ക്കുമ്പോൾ ഒരുവിധം കുഴിയുള്ള മൂടി വെച്ച് വേണം മൂടാനായിട്ട്. പരന്ന മൂടി വെച്ച് മൂടിയിട്ടുണ്ടെങ്കിൽ ചീസെല്ലാം അത് മേലെ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി തവയിലുണ്ടാക്കിയ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിസ്സ ബേസ് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ബേസ്. അത് ഈ പിസ്സ ബേസാണ്, വീറ്റ ബ്രാൻഡിൻ്റെ പിസ്സ ബേസ്. അതിൽ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ഇനി നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സ്ലോ ഫയറിൽ വെച്ച് ചീസ് നല്ലോണം മെൽറ്റാകണ വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി കല്ലിലെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവർ ഒക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.